നമുക്കിനി മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് പോകണം. തിരുവനന്തപുരത്തേക്കാണ്. സംസ്ഥാന പോലീസ് മേധാവി ചുരുക്കപ്പട്ടിക നാളെ അറിയാം. ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കാൻ പോര് കടുക്കുകയാണ്. എം.ആർ. അജിത്കുമാർ പട്ടികയിൽ ഇടം പിടിച്ചേക്കില്ല എന്നാണ് ഇപ്പോൾ വരുന്ന വിവരം. നിതിൻ അഗർവാളും രവത ചന്ദ്രശേഖരും യോഗേഷ് ഗുപ്തയും ചുരുക്കപ്പട്ടികയിൽ ഇടം പിടിക്കും. 6-അംഗ പട്ടികയാണ് സർക്കാർ കൈമാറിയത്. ഇതിൽ നിന്ന് 3-അംഗ പട്ടിക കേന്ദ്ര സർക്കാർ ഇങ്ങോട്ട് കൈമാറും. മനോജ് എബ്രഹാം പട്ടികയിൽ ഇപ്പോൾ 4-മതാണ്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഇനി ഒരുപക്ഷെ അവസാന നീക്കങ്ങൾ ഇനി അത് ഫലിക്കാനുള്ള സാധ്യതയും കുറവാണ്. നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ എം.ആർ. അജിത്കുമാർ ആ പട്ടികയിൽ ഉണ്ടാവാനുള്ള സാധ്യതയില്ല? പകരം യോഗേഷ് ഗുപ്തയും രവത ചന്ദ്രശേഖരും അതേപോലെ മറ്റൊരാളും കൂടിയുണ്ട്. 3-മത്തെ ആൾ. 3 പേരാണല്ലോ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ അയച്ചിരിക്കുന്നതിൽ. നിതിൻ അഗർവാളും. ഇവർ 3 പേരുമായിരിക്കും ആ ചുരുക്കപ്പട്ടികയിൽ ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ 3 പേരിൽ ഒരാളെ സർക്കാരിന് തീരുമാനിക്കാം. എന്തായാലും എം.ആർ. അജിത്കുമാറിന്റെ അവസാനവട്ട ശ്രമവും ഫലിച്ചില്ലെന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലേ റോഷി? അരുൺകുമാർ, അങ്ങനെയാണ്. എം.ആർ. അജിത്കുമാർ അവധിയെടുത്ത് പോലീസ് മേധാവിയാകാൻ വേണ്ടി ചില കരുനീക്കങ്ങൾ നടത്തിയെന്ന കഥകൾ പോലീസ് സേനക്കകത്ത് ശക്തമാണ്. പക്ഷേ എം.ആർ. അജിത്കുമാറിന് ആ നീക്കം ഫലം കണ്ടില്ലെന്ന സൂചനകളാണ്. കാരണം DGP സാധ്യതാ പട്ടികയിൽ സംസ്ഥാന സർക്കാർ UPSC കൈമാറിയ 6-അംഗ പട്ടികയിൽ 6-മതാണ് ADGP എം.ആർ. അജിത്കുമാർ. സുരേഷ് രാജ് പുരോഹിതാണ് 5-മത്. 4-മത് മനോജ് എബ്രഹാം. പക്ഷേ ആദ്യത്തെ 3 പേർ ആ സീനിയോറിറ്റി അനുസരിച്ച് 3 പേർ, ഒന്ന് നിതിൻ അഗർവാളാണ്, 2-മത്തേത് രവട ചന്ദ്രശേഖർ, 3-മത്തേത് യോഗേഷ് ഗുപ്ത. അതിൽ നിതിൻ അഗർവാൾ ഇപ്പോൾ റോഡ് സേഫ്റ്റി കമ്മീഷണറാണ്. രവട ചന്ദ്രശേഖർ ക്യാബിനറ്റ് സെക്രട്ടറിയാണ്. ഒപ്പം ഫയർഫോഴ്സ് മേധാവിയാണ് ഇപ്പോൾ യോഗേഷ് ഗുപ്ത. ഈ 3 പേർ മാത്രമായിരിക്കും പട്ടികയിൽ ഇടം പിടിക്കാൻ സാധ്യത നിലവിലെ സാഹചര്യത്തിൽ. കാരണം ഇവർക്ക് മറ്റ് എതിർപ്പുകളില്ല. ഇവരാണെങ്കിൽ സംസ്ഥാനത്തേക്ക് ഡെപ്യൂട്ടേഷൻ അവസാനിച്ച് തിരിച്ചു വരാനുള്ള സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. രവട ചന്ദ്രശേഖർ മുഖ്യമന്ത്രിയും ചീഫ് സെക്രട്ടറിയും നേരിട്ട് വന്ന് കാണുകയും ചെയ്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ പട്ടിക സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ വരാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ ആ മറ്റു 3 പേർ, ആ 3 പേരിൽ 6-മതായിരിക്കുന്ന എം.ആർ. അജിത്കുമാർ ഈ പട്ടികയിൽ ഇടം പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ നിതിൻ അഗർവാളോ അല്ലെങ്കിൽ രവട ചന്ദ്രശേഖരോ പോലീസ് മേധാവിയായി കഴിഞ്ഞാൽ പിന്നീട് ഏതാണ്ട് 1 വർഷത്തിന് അപ്പുറത്തേക്ക് അവർക്ക് സർവീസ് ഇല്ല. അവർക്ക് 2 വർഷത്തേക്ക് സർവീസ് നീട്ടിക്കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞാൽ വീണ്ടും ആ പട്ടിക തയ്യാറാകുമ്പോൾ ഈ മനോജ് എബ്രഹാമും എം.ആർ. അജിത്കുമാറും ആ പട്ടികയിലും ഉണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ പോലീസ് മേധാവി ആയിട്ടില്ലെങ്കിലും പിന്നീട് പോലീസ് മേധാവിയാകാനുള്ള സാധ്യത ഉണ്ട് എം.ആർ. അജിത്കുമാറിന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഏതായാലും നിലവിൽ നാളെ ചേരുന്ന UPSCയുടെ ആ പ്രത്യേക യോഗം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ യോഗത്തിൽ സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറിയും DGP ദർവേഷ് സാഹിബുമാണ് പങ്കെടുക്കുന്നത്. 30-നാണ് ദർവേഷ് സാമിക്കുന്നത്. പുതിയ പോലീസ് മേധാവി ചുമതല ഏറ്റെടുക്കുകയും ചെയ്യും. നാളെ യോഗത്തിൽ എടുക്കുന്ന തീരുമാനം, അതിൻ്റെ ചുരുക്കപ്പട്ടിക അത് സീൽ ചെയ്ത കവറിൽ മുഖ്യമന്ത്രിക്ക് ചീഫ് സെക്രട്ടറി മുഖാന്തരം എത്തിക്കുകയാണ് പതിവ്. ഒന്നുകിൽ മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനിക്കണം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് തന്നെ നേരിട്ട് ഈ പട്ടികയിൽ നിന്നും ഒരാളെ പോലീസ് മേധാവിയായി നിയമിക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമാവുന്നു. എം.ആർ. അജിത്കുമാറിൻ്റെ നീക്കങ്ങൾ ഫലിച്ചില്ല, നോ ഗുണം. അപ്പോൾ എന്തായാലും ലീവ് എടുത്ത് പോയി കാര്യങ്ങളൊക്കെ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് പോലീസ് സേനയിലെ ചില ആളുകളൊക്കെ പറയുന്നത്. എന്തായാലും നിതിൻ അഗർവാളോ അതല്ലെങ്കിൽ രവത ചന്ദ്രശേഖരോ അതല്ലെങ്കിൽ യോഗേഷ് ഗുപ്തയോ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും DGP ആയി വരാൻ സാധ്യതയുള്ളത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. മനോജ് എബ്രഹാം നിലവിൽ പട്ടികയിൽ 4-മതാണ്. അതുകൊണ്ട് UPSC തിരിച്ചയക്കുന്ന പട്ടികയിൽ മനോജ് എബ്രഹാമിനും കാണാനുള്ള സാധ്യതയില്ല.